നുണക്ക് വിദ്യകളാൽ മാടപ്രാപിട പോലെ കുരുക്കിലാക്കണം. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് SK ഫാമിലിയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് ഒരു 31 തീയതിയാണ് കേട്ടോ. 31/12/2025. 2026 ആവാൻ വേണ്ടി വെറും മിനിറ്റുകൾ മാത്രം. അപ്പൊ ഇന്നത്തെ വ്ളോഗ് അപ്പൊ നിങ്ങക്ക് മനസ്സിലായി കാണും, ന്യൂ ഇയർ വ്ളോഗാണ്. ഫാമിലി മൊത്തം ഇവിടെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിനോടനുബന്ധിച്ചിട്ട് കുറച്ച് ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങക്ക് വഴിയെ കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ ചാനല് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ദേ എല്ലാവരും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണിച്ചു തരാം കേട്ടോ. ഇനിയിപ്പോ ഡാൻസിനും പാട്ടിനുള്ള കാര്യങ്ങളും പിന്നെ അമ്മായിമാരും എല്ലാവരും എത്തും, അവരുടെ മക്കളെത്തും. അപ്പൊ എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ട് ഇന്നൊരു ന്യൂ ഇയർ ആഘോഷം, അതുപോലെ തന്നെ പാട്ട്, ഡാൻസ്, ഭക്ഷണം കഴിക്കുക, പിന്നെ കേക്ക് മുറി കാര്യങ്ങള്, ബാക്കിയുള്ള എല്ലാ സസ്പെൻസ് ഉള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ നമുക്ക് വഴിയെ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഇപ്പോ ഞാനിപ്പോ അതേ കാറൊന്ന് ഒതുക്കിയിടാൻ വന്നേക്കാണ്. ഇനി നമ്മുടെ ഭാഗത്താണ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. ബാക്കി ഫുഡിന്റെ കാര്യങ്ങൾ അവിടെ കാണിച്ചു തരാം, ബാക്കിയുള്ള കാര്യങ്ങളും കാണിച്ചു തരാം. അപ്പൊ ഒട്ടും വൈകിപ്പിക്കുന്നില്ല. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും വഴിയെ കാണിച്ചു തരാം ഗൈസ്. അപ്പൊ എന്തായാലും അങ്ങനെ നമുക്ക് ആദ്യം അടുക്കളയുടെ ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. അപ്പൊ ചിക്കനാണ് ഇപ്പൊ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ചിക്കൻ ബിരിയാണിയാണ് നമ്മള് ന്യൂ ഇയറിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത്. അപ്പൊ ഈ മാമന്മാരും ഇവിടെ ഉണ്ട്, അമ്മായിമാരുണ്ട്, എല്ലാവരും ഇവിടെ സഹായത്തിനും കാര്യങ്ങളും എല്ലാവരും ഒരുമിച്ചിട്ടാണ് നമ്മുടെ ബിരിയാണി ഇവിടെ തയ്യാറാക്കുന്നത്. ഞങ്ങളാണെങ്കിൽ ഇവിടെ നമ്മള് ഇപ്രാവശ്യം വെറൈറ്റി ആയിട്ട് ക്യാമ്പ് ഫയർ ഒന്ന് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അതിന്റെ ബിസിയിലാണ് ഞാനും കീർത്തും കൂടിയിട്ട്. അപ്പൊ കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യണം. അപ്പൊ ഈ 3 വീട്ടിൽ നിന്ന് നമ്മൾ വിറകും കാര്യങ്ങളും അതുപോലെ തന്നെ ഓളോ ബ്രിക്സ് കട്ടകളാണ് നമ്മൾ ഇടുന്നത്. പിന്നെ താഴെ ഭാഗത്ത് കുറച്ച് ഓടുകളും കാര്യങ്ങളും വെക്കുന്നുണ്ട് കേട്ടോ, ഈ ചൂട് പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു സെറ്റപ്പ് ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ഗെയിമുകളും കാര്യങ്ങളായിരുന്നു. ഇപ്രാവശ്യം നമ്മള് ക്യാമ്പ് ഫയർ അതില് പാട്ടും കാര്യങ്ങളും തയ്യാറാക്കുന്നത്. നല്ല സെറ്റപ്പ് ആക്കി ഞങ്ങൾ ഇനി വിറക് സെറ്റ് ചെയ്തോണ്ടിരിക്കാനാണ്. കുറച്ച് വിറകുള്ളൂ, ആകെ 1 മണിക്കൂറാണ് നമ്മൾ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ക്യാമ്പ് ഫയറിനുള്ള സാധനങ്ങളൊക്കെ തയ്യാറാക്കിയത് ഞങ്ങൾ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് നമ്മുടെ മിത്ത് ചേച്ചി ഇവിടെ പാട്ട് വെച്ചിട്ടുണ്ട്, അതിന്റെ ഇപ്പൊ ഡാൻസ് കളിച്ചു തുടങ്ങിയിട്ടാ. അപ്പൊ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇനി കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ എത്തിച്ചേർന്നോണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള വിശേഷങ്ങൾ നിങ്ങൾ കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ നമ്മൾ വീണ്ടും കലവറയുടെ ഭാഗത്തേക്കാണ്. അപ്പൊ ദേ ബിരിയാണിക്കുള്ള ചെമ്പില് ദേ ബിരിയാണിയുടെ എല്ലാ സാധനങ്ങളും ഇവിടെ ചേർത്തിട്ട് ഇനി വെച്ചിട്ടുണ്ട്. ദം ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ദേ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദേ മാമന് ദേ ഇവിടെ ഫുള്ള് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ന്യൂ ഇയർ ആഘോഷത്തിനേക്ക് എല്ലാവരും ഒത്തുകൂടിയിട്ട് പാട്ടും ഡാൻസ് ആയിട്ട് നിൽക്കണത്. അപ്പൊ ദേ വെല്ലിച്ചൻ ദേ ഇവിടെ ദമ്മിടാനുള്ള പരിപാടിയിലൊക്കെയാണ് കേട്ടാ. അങ്ങനെ നമ്മൾ ഇവിടെ പാട്ട് ഇവിടെ വെച്ചിട്ട് കുട്ടികളൊക്കെ ഇവിടെ എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ അതേ അമ്പാടി ഇവിടെ ചാടിത്തുള്ളുന്നുണ്ട്, അതിന്റെ ഒപ്പം ചേച്ചി ഇവിടെ ചാടിത്തുള്ളുന്നുണ്ട്, ആരാധ്യ ഇവിടെ ഫുള്ളായിട്ട് ചാടിത്തുള്ളിക്കൊണ്ടേ ഇരിക്കുകയാണ് ഗൈസ്. അപ്പൊ അതിന്റെ ഇടയിൽ അമ്പാടി പോയിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കാൻ നോക്കുന്നുണ്ട്.
ഗൈസ്, അപ്പൊ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ സ്മെല്ലും ബിരിയാണിയുടെ അടിപൊളി മണം കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ തന്നെ കഴിക്കാൻ തോന്നുന്നത്. അതേ ഇവിടത്തെ ബിരിയാണിക്ക് നന്നായി ഇളക്കിയത് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബിരിയാണി തന്നെയാണ് കേട്ടോ. ആ ബിരിയാണി കഴിക്കാനാണ് ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ളത്. തൃശ്ശൂർക്ക് പോവുകയാണെങ്കിൽ എവിടേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ബിരിയാണി നമ്മൾ ഫസ്റ്റായിട്ട് ടേസ്റ്റ് ചെയ്യുക. അത് ഇതിൻ്റെ എസൻസും കാര്യങ്ങളൊക്കെ ചേർക്കുന്നത് ഇതിൻ്റെ മണം ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ എന്താ പറയുക ഗൈസ്, അപ്പോൾ ഞാനിനി നേരെ നമ്മുടെ ന്യൂ ഇയർ പാർട്ടിയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ അതേ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാ. ബിരിയാണിയും ചിക്കനുമാണ് നമ്മുടെ പ്രാവശ്യം ന്യൂ ഇയറിന്. എല്ലാ കൊല്ലം ഞങ്ങൾ അങ്ങനെയാണ്, ബിരിയാണിയും ചിക്കൻ തന്നെയാണ് നമ്മൾ കൂടുതലും വയ്ക്കാറുള്ളത്. എല്ലാ കുട്ടികൾക്കും ബിരിയാണിയും ചിക്കൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഗൈസ്, അപ്പോൾ അതേ നമ്മുടെ ബിരിയാണി വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗത്തിലേക്ക് കിടക്കാൻ പോവാണ്. ഇനി ഡാൻസിന്റെ പാട്ടുണ്ട്, അപ്പൊ കാണാം ഗൈസ്. അപ്പൊ നമുക്ക് ആദ്യം എല്ലാവരെയും കൂട്ടിയിട്ട് ഒരു റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2-3 റീൽസും കാര്യങ്ങളൊക്കെ നമ്മൾ വലിയവരനും ചെറിയവരനും വെച്ച് അങ്ങനെ കളിച്ച് നേരെ നമ്മൾ ന്യൂ ഇയർ ആഘോഷത്തിലേക്ക് കിടക്കാണ്. അങ്ങനെ ഗൈസ്, അപ്പൊ നമ്മൾ ഇനി ക്യാമ്പ് ഫയറിന്റെ ഭാഗത്തേക്കാണ് നമ്മൾ വന്നേക്കണത്. അപ്പൊ നേരെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയേക്കാണ്. അപ്പൊ ഇനി നമുക്ക് ക്യാമ്പ് ഫയറിന്റെ ഭാഗത്തേക്കാണ് വന്നേക്കണത്. ഇനി കുറച്ചു നേരം നമ്മൾ ഭക്ഷണം കഴിച്ച കാരണം കുറച്ച് പാട്ടും കാര്യങ്ങളും അതുപോലെ തന്നെ അന്താക്ഷരിയും കാര്യങ്ങളൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാമ്പ് ഫയർ ഇവിടെ കത്തിച്ചേക്കാണ് കേട്ടാ. അപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി അടുത്ത ആക്ടിവിറ്റീസിലേക്ക് കയറുള്ളൂ. അപ്പൊ ഇങ്ങനെ ഭക്ഷണം കഴിച്ചവരൊക്കെ ഇങ്ങനെ വന്ന് ഓരോ കുട്ടികൾക്കൊക്കെ താഴെ ഇരിക്കാനും അതുപോലെ തന്നെ മുതിർന്നവർക്ക് ബെഞ്ചും കസാരയും കാര്യങ്ങളെല്ലാം ഇവിടെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി നമുക്ക് അന്താക്ഷരി കളിക്കണം, അതുപോലെ തന്നെ കുറച്ച് പാട്ട്. അടുത്തായി പാട് എന്തിനാ ചിറ്റോടെ ഇരിക്കുക പ്ലാസ്റ്റിക് റെഡിയാക്കാം. അത് കത്തിക്കോട്ടാ, കുഴപ്പമില്ല. ആദ്യം പാട്ട് കൊടുക്കോ. ഒരു കിങ്ങിണി കൊമ്പേരി ആരാരും കാണാതെ ഒന്നവേ
നിങ്ങൾ പാട്ടോളം പിന്നെയും പിന്നെയും ആരോഗ്യലാവിന്റെ വഴികടൽ നേർത്തുന്ന പരനീശ്വരം ഇടയിലകും കടലും നില്ലാടവേ തിരുവഴി പാതിരാത്രി ഒരു കാൽക്കരയിൽ ഓണമായിരാ തിരുവോണമായിരാ. അപ്പോ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. 2026 എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ 2026 നല്ലൊരു
കൊല്ലമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ അല്ല എന്താ പറയാ, ന്യൂ ഇയർ ആഘോഷം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ക്യാമ്പ് ഫയർ എല്ലാം ഓഫ് ചെയ്തിരുന്നായിരുന്നു. ഞങ്ങൾ ഇനി കിടന്നുറങ്ങാൻ പോവാണ്. കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ 2026 സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അപ്പം എന്തായാലും ഇനി ബാക്കിയുള്ള വിശേഷവും കാര്യങ്ങളൊക്കെ കൊല്ലം 2026 നമുക്ക് ഇനി ഷെയർ ചെയ്യാം. അപ്പം എന്തായാലും ഞങ്ങൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ആ